അതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ്. ഡൽഹി ഹൈക്കോടതിയിലാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ട്വീറ്റ് പിൻവലിച്ചതായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിതിൽ. കുട്ടിയുടെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളത് കുറ്റകരമാണ്. അത് പക്ഷെ പിൻവലിച്ചു എന്ന് പറയുമ്പോഴും ആ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അനുജ, 2021 ഓഗസ്റ്റ് 1 ഡൽഹി കന്റോൺമെന്റിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും മൃതദേഹം കത്തിക്കുകയും ചെയ്ത 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ പങ്കുവച്ചു എന്നാണ് രാഹുലിന് എതിരായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR എന്നുള്ളത്. ഇത് ഡൽഹി കന്റോൺമെന്റിലെ ഒരു ശ്മശാനത്തിലെ പൂജാരിയും സഹായികളുമാണ് ഈ കേസിലെ പ്രതികൾ. ഇവിടെ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടാവുകയും രാഹുൽ ഗാന്ധി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കാണാനായി അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ, അന്നത്തെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നത്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇതിൽ പോലീസ് രാഹുലിനെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും കേസെടുത്തതായുള്ള വിവരങ്ങളോ രാഹുൽ ഗാന്ധിയിൽ നിന്ന് അതിന് ആവശ്യമായ വിവരങ്ങൾ തേടിയതായോ ഇതുവരെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ കേസിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ച കാര്യം ഉന്നയിച്ചുകൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജിയിലാണ് ഡൽഹി പോലീസ് രാഹുലിനെതിരെ 2021 സെപ്റ്റംബറിൽ തന്നെ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചത്. എന്നാൽ രാഹുലിന്റെ അഭിഭാഷക രാഹുൽ ഈ ചിത്രങ്ങൾ സ്വയം തന്നെ അത് നീക്കം ചെയ്തു എന്നും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഉപഭോക്താക്കൾക്ക് നിലവിൽ ആ ചിത്രങ്ങൾ കാണാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി. എന്തായാലും ഈ പൊതു താൽപര്യ ഹർജി തീർപ്പാക്കിയിരിക്കുന്നു. അതേസമയം എന്നാൽ രാഹുലിനെതിരെ ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡൽഹി പോലീസിന്റെ നിലപാട്. ശരി ബൽറാം.